ഹലോ ഗായ്സ്, വെൽക്കം ടു ഡി ടെക്സ്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ഇടാണ്. അപ്പോൾ ക്രിസ്മസും ഡിസംബറൊക്കെ അടുക്കാറായി. അപ്പോൾ ആ ഒരു മൂഡിലോട്ട് ഞാൻ പോവാണ്. ഇപ്പോൾ ആ ടൈപ്പുള്ള വീഡിയോസൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിയാൽ എവിടെ നോക്കിയാലും ടെക് വീഡിയോസ് മാത്രമേ കാണൂ. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെക് അല്ലാതെ വരുന്നതിൻ്റെ ആദ്യത്തെ കണ്ടൻറ്റാണ്. അപ്പോൾ ക്രിസ്മസ് ഡിസംബറൊക്കെ ആവില്ല. അപ്പോൾ ഇനി ക്രിസ്മസിനെ കുറിച്ചൊക്കെ വേറെ ഒന്നിനെ കൂടി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ സാന്റാക്ലോസ്, സ്റ്റാർ അങ്ങനത്തെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ സാന്റാക്ലോസിന് ക്രിസ്മസ് ആയിട്ട് അധികം ബന്ധമില്ല. കാരണം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ജനിക്കുമ്പോൾ ഒരു ജനനം അത് ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ്. അതും സാന്റയായിട്ട് വല്ല ബന്ധമൊന്നുമില്ല. സാന്റേനെ പറ്റി അറിയാത്തവർക്ക് ഞാൻ ചെറുതായിട്ട് സമ്മറി തരാം. നിക്ലസ് എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധനാണ് ശരിക്കും പറഞ്ഞാൽ സാന്റയായിട്ട് മാറിയത്. ആ വിശുദ്ധൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുക രാത്രിയൊക്കെ ആകുമ്പോൾ. സാന്റാക്ലോസ് എന്ന പരിപാടികൾ തന്നെ കൂടുതൽ ചിമ്മിനൊക്കെ എറിഞ്ഞു കൊടുക്കും. അതൊക്കെയാണ്. പിന്നെ ഒരു റെയിൻഡിയർസിനെ കൊണ്ട് സ്ലൈഡിലൊക്കെ പോവുക, അതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാര്യത്തിൽ. പിന്നെ ചെറിയ ഫാക്റ്റും കൂടെ പറഞ്ഞുതരാം. സാന്റയുടെ ചുമന്ന ഉടുപ്പ് ശരിക്കും പറഞ്ഞാൽ സാന്റയുടെ ഒറിജിനൽ ഉടുപ്പല്ല. ശരിക്കും പറഞ്ഞാൽ കൊക്കക്കോളേൻ്റെ പരസ്യത്തിൽ വന്നൊരു ഉടുപ്പാണ്. കൊക്കക്കോളേൻ്റെ ഒരു കളർ ഇതും സാന്റയുടെ ഉടുപ്പായിട്ട് നല്ല മാച്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൽ ഉടുത്ത് തരാം. അല്ലാണ്ട് സാന്റ വന്നപ്പോഴേ ചുമന്ന ഉടുപ്പും ഇട്ടുണ്ടെന്നല്ല വന്നു. കുറേ പേർക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പം അതാണ് സാന്റേനെ പറ്റി ഞാൻ പറഞ്ഞത് വെളുപ്പിക്കണ്ട. കാരണം എല്ലാവർക്കും സാന്റ ആരാന്നറിയാം. പക്ഷേ സാന്റേനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്, ക്രാമ്പസ്. സാന്റ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കും. പിള്ളേർ ഇഷ്ടമുള്ള ഒരു ലവ്ലി ക്യാരക്ടർ ആണെങ്കിൽ ക്രാമ്പസ് എന്നൊരു ഓപ്പോസിറ്റാണ്. മിക്കവർക്കും അറിയാം. എന്നാൽ അധികം പേർക്കൊന്നും അറിയാൻ പാടാത്തൊരു കഥയാണ് ക്രാമ്പസിനെ പറ്റി. ഓക്കെ, നമുക്കപ്പോൾ ക്രാമ്പസിൻ്റെ കഥ പറയാം. സെയിൻറ്റ് നിക്കോളാസിൻ്റെ ഫീസ്റ്റിൻ്റെ തൊട്ടപ്പുറത്തെ രാത്രി, അത് അവൻ്റെ രാത്രിയാണ്. അവൻ പിള്ളേരെ വന്ന് തെറ്റിരുന്നവർക്ക് ചെറിയ സമ്മാനം കൊടുത്തിട്ട് പോകും. എന്നാൽ വലിയ തെറ്റിയാണെന്നവനാ അവൻ കൊണ്ടുപോകും. ആരും തപ്പിയൊന്നും പോലെ പിള്ളേരൊന്നും. കാരണം അവർക്കറിയാം കൊണ്ടുപോയത് ക്രാമ്പസാണ്. ആ രാത്രി ആ പിള്ളേരെ പിന്നെ കിട്ടിയിട്ടില്ല. ആ പിള്ളേരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡാർക്ക് പടം പോട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിൽ പാതാളത്തിൻ്റെ മോനായിട്ടാണ് ക്രാമ്പസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ക്രാമ്പൻ എന്നാണ്. അതിൻ്റെ മലയാളത്തിലോട്ട് വരുമ്പോൾ കൂർത്ത നഖം, ക്ലോസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ക്രാമ്പസിൻ്റെ ഒരു വേർഡ് മീനിങ്ങും. സാന്റാക്ലോസിൻ്റെ പിന്നെ തിരുനാളിന് തൊട്ട് മുമ്പത്തെ ദിവസം ക്രാമ്പസ് വരും. പിള്ളേരെ കൊണ്ടുപോയിട്ട് അതാണ് പരിപാടി. പിന്നെ കുറേ കഥകൾ തട്ടിക്കൊണ്ടു പോയ പിള്ളേരെ പാഠം പഠിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അതും ക്രാമ്പസിൻ്റെ രീതിയിൽ പറയുന്നൊരു കഥയാണ്. അതൊക്കെയാണ് ക്രാമ്പസിൻ്റെ കഥ. അല്ലാണ്ട് പേടിപ്പിക്കാൻ മാത്രമൊന്നുമില്ല. സാന്റാക്ലോസ് റിയാണ്, ക്രാമ്പസ് റിയലല്ല. ഇപ്പോൾ സാന്റാക്ലോസിന് ഒരു ശത്രു വേണമെന്ന് പറഞ്ഞിട്ട് കഥക്കാരൊക്കെ ഉണ്ടാക്കിയ സാധനമാണ് ക്രാമ്പസ്. ഇത് റിയലല്ല, ബോധമുള്ള എല്ലാവർക്കും ക്ലിയർന്ന് മനസ്സിലാവും. പിന്നെ പിള്ളേരൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി ചമഞ്ഞ് അരച്ചൊരു കഥ, അതാണ് ക്രാമ്പസ്. ശരിക്കും പറയും ക്രാമ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കഥയാണ്. പിള്ളേരെ ക്രിസ്മസിന് മുമ്പ് പിള്ളേരെ ഇങ്ങനെ തെറ്റിയാണ് പിള്ളേരെ ഇങ്ങനെ തെറ്റ് ചെയ്യരുത്, നല്ലതാണോ അല്ലെങ്കിൽ ക്രാമ്പസ് ഒന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു പറയുന്ന ഒരു കഥയാണ് ശരിക്കും പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ സത്യമൊന്നും കാര്യമൊന്നുമല്ല. ഇപ്പോൾ വീഡിയോ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ ഞാൻ പറയുന്നത്. സാന്റാക്ലോസ് കറക്റ്റുള്ള ശരിയുള്ള ആളാണ്. ഒരു വിശുദ്ധനുണ്ടായിരുന്നു. പക്ഷെ ക്രാമ്പസ് ഇതല്ല, സുന്ദര ശത്രുവാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയൊരു കഥയാണ്. ഇത്രയും വലിയൊരു ബാഡ് ഇമേജ് ക്രാമ്പസിന് ഉണ്ടെങ്കിലും യൂറോപ്യൻസും അമേരിക്കൻസും ഒന്നും പുള്ളിയെ മാറ്റി നിർത്തില്ല. ഒരു ക്രാമ്പസ് നൈറ്റ് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രാമ്പസ് ഇത്തിരി പേടിയുള്ള ആളാണെങ്കിലും യൂറോപ്യൻസുകാർക്ക് അമേരിക്കക്കാർക്കൊന്നും ഇത് വലിയ കാര്യമാണ്. ഡിസംബർ 5-ാം തീയതി ക്രാമ്പസ് ഡേ അല്ലെങ്കിൽ ക്രാമ്പസ് നാച്യ പ്രൊനൗൺസിയേഷൻ അങ്ങനത്തെ ഒരു ഇത് പരിപാടി നടത്തുന്നുണ്ട്. ഫെസ്റ്റിവൽ ഡിസംബർ 5-ാം തീയതി, ഡിസംബറിന് മുമ്പല്ല ക്രിസ്മസിന് മുമ്പ്.
അപ്പം അങ്ങനത്തെ ഓരോ ക്രാമ്പസിനെ പറ്റി നടക്കുന്നുണ്ട്. ഭയങ്കര അവിടെ ശരിക്കും ഒരു ബിസിനസ് പോയിൻ്റ് അവിടെ ഉണ്ട്. അതിന് മുമ്പ് ഭയങ്കര ഡ്രസ്സും ആ സമയത്തുള്ള കോസ്റ്റ്യൂം എല്ലാം ഇട്ട് ബിസിനസ് ഡീൽ അവിടെ നടക്കുന്നുണ്ട്. കഥ കേട്ട് അവരതിനെ പറ്റി ഇറക്കും. ഇപ്പം നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ഇതുള്ള സ്റ്റിക്കറുള്ള കുപ്പി, സ്നാക്സ്, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളില്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഡീലും ക്രാമ്പസിലൂടെ നടക്കുന്നുണ്ട്. പുള്ളിയുടെ കോസ്റ്റ്യൂം നമ്മുടെ കേരളത്തിൽ ക്രാമ്പസ് ഒട്ടും പോപ്പുലർ അല്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലൊന്നും ആർക്കാർക്ക് എന്ത് സാധനമൊന്നും പോലും അറിയാൻ പാടില്ല. പേര് ചിലപ്പോൾ അവിടെ വേറെ യൂട്യൂബേഴ്സ് കണ്ടന്റ് ഉണ്ടാക്കും. എന്നെ പോലത്തെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേര് പറയുമ്പോൾ കേൾക്കും, അത്രേ ഉള്ളൂ. ക്രാമ്പസിനെ പറ്റി കേൾക്കുമ്പോൾ ആർക്കും ഒരു വിവരമൊന്നുമില്ല. പക്ഷെ അമേരിക്കക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാം. ഇതിനെപ്പറ്റി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ പേരിലുള്ള സിനിമ ക്രാമ്പസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി അതും പിന്നെ കുറച്ച് അതും ഇല്ലാണ്ട് ക്രാമ്പസിനെ പറ്റി ഒരു വിവരമൊന്നും ഇല്ല. സ്പോട്ട് ലൈറ്റ് വരുമ്പോൾ സാന്റാക്ലോസിനെ കിട്ടും, ക്രാമ്പസിനാണ് സ്പോട്ട് ലൈറ്റ് ഒന്നും കിട്ടില്ല. എല്ലാവർക്കും എന്നെ മതി. ക്രാമ്പസ് നാച്ചയിൽ ഈ ക്രാമ്പസിനോട് ക്രാമ്പസ് മാത്രമല്ല സാന്റാക്ലോസും കൂടെ ഉണ്ടാവും. സാന്റാക്ലോസ് പുള്ളിക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ക്രാമ്പസ് കൽക്കരിയും വടി കിട്ടിയ ചൂരും ഇങ്ങനെ പറയണം. അതെന്ന് പറഞ്ഞാൽ ചീത്തപ്പിള്ള നല്ല അതിൻ്റെ ഒരു മോറൽ എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുന്നവർക്ക് നല്ല ഗിഫ്റ്റ് കിട്ടും, ചീത്തത് ചെയ്യുന്നവർക്ക് ഈ സാധനം കിട്ടും. അതാണ് അതിൻ്റെ പുറമത്തെ ഒരു സയൻസ്. അങ്ങനെയാണ് ഇത് പറയണത്. അതിൻ്റെ ഒരു ഇത് അറിയാലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചാനൽ തുറന്നതിന് മുമ്പ് ക്രാമ്പസിനെ പറ്റിയൊക്കെ അറിയായിരുന്നു. തുടങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിസംബറൊക്കെ ആവറായപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഇടാൻ വേണ്ടി ഇങ്ങനെ പരിചയമായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ആർക്കും ഇതിനെപ്പറ്റി അറിയാനും പാടില്ല. എന്നാൽ ക്രിസ്മസായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ബന്ധമുണ്ട് ക്രാമ്പസിന്. ഞാൻ സാന്റാക്ലോസിനേക്കാളും നല്ല ബന്ധം സാന്റാക്ലോസിന് ഈ ക്രാമ്പസിനുണ്ട്. ക്രിസ്മസിന് മുമ്പ് ആൾക്കാരുടെ തട്ടിക്കൊണ്ട് പോവുക ചീത്ത പിള്ളേരെ. ഒരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞത് ഈ ക്രാമ്പസ് എന്ന് പറഞ്ഞാൽ. ഇതിനെപ്പറ്റി അറിയാൻ പാടാത്തവർക്ക് തന്നെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ 1934 ഓസ്ട്രേലിയയിൽ ക്രാമ്പസിനകത്ത് ഈ വസ്ത്രങ്ങളും കഥകളെല്ലാം നിരോധിച്ച ഒരു വഴി. ഇതും പറഞ്ഞാൽ കത്തോലിക്ക സഭ വിധിച്ച് അങ്ങനെ വിലക്കി ക്രാമ്പസിനെ. കേരളത്തിലും ഇതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഓസ്ട്രേലിയയിലൊക്കെ പിന്നെ അത് 1950 ആയപ്പോൾ ക്രാമ്പസ് തിരിച്ചെത്തി. എന്താ പറയാൻ പാടില്ല, ആൾക്കാർക്ക് അങ്ങോട്ട് ആ ഒരു ക്യാരക്ടർ ഹരമായിപ്പോയി അങ്ങോട്ട്. അപ്പോൾ കുറേ ബിസിനസ് ഡീലേഴ്സൊക്കെ അങ്ങനെ തിരിച്ചു വന്നു അവസാനം ക്രാമ്പസ്. പിന്നെ മറ്റേ ക്രാമ്പസിന് ഒരുപാട് തരം മ്യൂസിയങ്ങൾ, ക്രാമ്പസിൻ്റെ ടൈപ്പ് മ്യൂസിയങ്ങളും ഈ പറഞ്ഞ ഓസ്ട്രേലിയയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പ് തന്നെ ഒരു 6 വെടിക്കെട്ടാണ് ക്രാമ്പസ് നാച്ചിയ അല്ലെങ്കിൽ ക്രാമ്പസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രാമ്പസ് ഉണ്ട്, ക്രാമ്പസിനെ കണ്ടിട്ടുണ്ട്, തട്ടിക്കൊണ്ടവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറേ പേര് യൂറോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഏരിയ 51 ഏലിയൻ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ക്രാമ്പസിൻ്റെ കാര്യം. കുറേ പേരാണ് ക്രാമ്പസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ക്രാമ്പസ് പിള്ളേരെ കാണിക്കുന്നുണ്ട്, തട്ടിക്കൊണ്ടുകൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഗിഫ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, ക്രാമ്പസ് ഓർണ കണ്ടിട്ടുണ്ട്. ഓരോരോ തിയറീസ് അവിടെ ഉണ്ട്. അതൊന്നും റിയലല്ല എന്ന് കേൾക്കണം, ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. പറഞ്ഞൊരു ഫെയറി ടെയിൽ പോലത്തെ ഒരു ഏലിയൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഉണ്ട് എന്നാൽ ഇല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷേ ഏലിയൻസ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ഒന്നും ചെയ്യാം. ക്രാമ്പസിനെ പറഞ്ഞാൽ നമുക്ക് കഷ്ടമാണ്, അതുപോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കണ്ടെന്ന് പറഞ്ഞൊരു കുറേ പേരൊക്കെ ഉണ്ട്. ശരിക്കും എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഡ്രാഗൻ്റെ തീരുകയാണെങ്കിൽ ഡ്രാഗൺ പറന്നു പോകണ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏലിയൻസ് ആണെങ്കിൽ ഏലിയൻസ് സ്പേസ്ഷിപ്പ് പറന്നു പോകണ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ കഥയിലും ഒരു മിത്തുണ്ടാവും കണ്ടെന്ന് പറഞ്ഞ കുറേ പേര്. അതേ പരിപാടിയിൽ നമ്മുടെ ക്രാമ്പസിനും കിട്ടി, കണ്ടിട്ടുണ്ടെന്ന് കുറേ പേര് പറഞ്ഞ് അത് പൊക്കി പറഞ്ഞു. പക്ഷെ എങ്ങനെയൊക്കെ വന്നാൽ എത്രയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്താലും സാന്റാക്ലോസിനെയൊക്കെ എല്ലാവർക്കും വേണ്ടത്, ക്രാമ്പസിന് ആർക്കും വേണ്ട. അതാണ് സത്യാവസ്ഥ. ക്രാമ്പസ് ഉണ്ട് എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ അവർ കണ്ട പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ ശരിക്കും പറയാൻ അങ്ങനത്തെ ആളില്ല. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാം, സുമതി വളവ്. മിക്കവർക്കറിയാം. കൂടുതലും നമ്മുടെ ആ ഒരു ഏരിയ താമസിക്കുന്നവർക്ക് സുമതി വളവിനെ പറ്റി അറിയാം. അതിനകത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ആ വളവിൽ കൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്രേതത്തിനെ കാണാൻ പറ്റുമെന്ന് പറയണം. അപ്പം കുറേ പേര് കണ്ട് ആ വളവിൽ കൂടെ രാത്രി കാലങ്ങളിൽ ഇങ്ങോട്ട് പോരുത്, പ്രത്യേകിച്ച് ബൈക്ക് ഓടിച്ചൊന്നും പോരുത്, പണിയാവും.
എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കുറേ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ വളവിൽ കൂടെ പോകുമ്പോൾ അതൊരു കയറ്റമാണ്. ആ കയറ്റത്തിൽ കൂടെ വണ്ടിയൊക്കെ ഓഫായി പോകും ചിലപ്പോൾ. അപ്പം അത് പ്രേതം കൊണ്ടാണ് എന്ന് പറയും. പിന്നെ ഈ തിയറീസൊക്കെ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ പോകുമ്പോൾ അവിടെ മനസ്സിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ ചിലപ്പോൾ ഒരു പ്രേതത്തിനെ അറിയാണ്ട് ഇമാജിനേഷൻ വരെ കണ്ടെന്നിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് നിന്നാൽ അതിപ്പോൾ ഉള്ള പോലെ നമുക്ക് തോന്നും. അത് ശരിക്കും പറഞ്ഞൊരു സംഭവമാണത്. ഫിസിക്സ് ഇങ്ങനത്തെ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു സാധനമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു തിയറിയാണ് ഇവിടെ ക്രാമ്പസിൻ്റെ. സുമതി വളവിനെ പോലെ പ്രേതത്തിനെ കണ്ട് അതിപ്പോൾ നമ്മൾ ആ ചിന്തയിൽ പോയാൽ അതേ കാണും. കാരണം ഇപ്പോൾ നമ്മൾ ഫോൺ കാണണം, ഇപ്പോൾ എൻ്റെ ഫോൺ കാണണ്ടായെന്ന് ചോദിച്ചു, നമ്മൾ അതിനെപ്പറ്റി എല്ലായിടത്തും തപ്പും. അതെല്ലാം ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിലായിരിക്കും സാധനം കിടക്കുന്നത്, എന്നാലും നമ്മൾ അതിനെപ്പറ്റി വീട് മൊത്തം തപ്പാൻ വേറെ സാധനമില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യും. നമ്മളത് അതിൻ്റെ സത്യാവസ്ഥ നമ്മളത് അറിയില്ല. നമ്മൾ കാമായിട്ട് അറിയില്ല. നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചു. അപ്പം അങ്ങനെയാണ് സുമതി വളവിൻ്റെ കേസ്. അതേ കേസ് നമുക്ക് ക്രാമ്പസ് ഇട്ടുക. അതിനെപ്പറ്റി കുറേ ആലോചിച്ചു ആൾക്കാർ പോകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കണ്ടെന്നൊക്കെ ആൾക്കാർ ഇരിക്കുക. അതാണ് ഈ കാര്യത്തിൽ പറയുക. ഇതൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും എന്താ നമ്മൾ മനസ്സിൽ ഉണ്ടെന്നൊരു പേടിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ കണ്ടെന്നൊക്കെ ഇരിക്കും. അതിപ്പോൾ സുമതി വളവിൻ്റെ കാര്യം ക്രാമ്പസിൻ്റെ കാര്യമായില്ല, അതുകൊണ്ട് കാണും. അതാണ് അതിൻ്റെ ഒരു കഥ. അല്ലാണ്ട് ഇത് സാധനമൊന്നും ഇല്ല. എന്നാലും ആൾക്കാർ ഉണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാരെ കണ്ടുപോകും. പിന്നെ കൂടുതൽ കഥകളും പറയണ സാൻ്റെയും ക്രാമ്പസുമായിട്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ സാൻ്റെയും ടൈപ്പാണ്. സാൻ്റ് പറയണത് മോശം വെള്ളം നീ എടുത്തോ, നല്ല എനിക്ക് ഞാൻ കൊടുത്തോളാം ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. ടൈപ്പ് ഉണ്ടെന്നും പറയാനൊക്കെ ഉണ്ട്. പറഞ്ഞൊരു കഥകളുടെ കൂമ്പാരമാണ് ഈ ക്രാമ്പസിനെ പറ്റി പറഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കില്ല വീഡിയോ. കുറേ കഥകളുണ്ട്. ഞാൻ കുറേ സെർച്ചിങ് നടത്തി കിട്ടിയ കാര്യങ്ങളാണിത്. കുറേ കിട്ടി എനിക്ക്. ഞാൻ കുറേ കണ്ട് വെട്ടിക്കളയേണ്ടി വന്നു ഇതിനെപ്പറ്റി. ക്രാമ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു മരമാണ്. അതിനനുസരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മ് മാത്രമേ ഞാനിപ്പോൾ പറയുള്ളൂ. ബ്രാഞ്ചസും എല്ലാം ഇലകളൊക്കെ അങ്ങനെ തോന്നിയാണ് കിടക്കുകയാണ്. എനിക്ക് അതിനെ പറ്റി മൊത്തം പറയാനൊന്നും പറ്റില്ല. കുറേ കാര്യങ്ങളെ നമ്മളതിനെപ്പറ്റി സെർച്ച് ചെയ്ത് പോകുമ്പോഴും അതിനെപ്പറ്റിയുള്ള ഇതും കിട്ടും. ചിലപ്പോൾ അതും വേറൊരു കാര്യമായിട്ട് ലിങ്ക്ഡ് ആവും. ശരിക്കും പറഞ്ഞാൽ ഈ ക്രാമ്പസ് ശരിക്കും പറഞ്ഞ കാര്യമായിരുന്നില്ല. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആയപ്പോൾ ക്രാമ്പസ് ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് മാച്ച് വന്ന HEL അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാത്താന ബീസ്റ്റ അങ്ങനത്തെ ഒരു ഇതിൻ്റെ മോനാണ് ശരിക്കും പറഞ്ഞാൽ ക്രാമ്പസ്. അപ്പോൾ പയ്യെ സാന്റെയും ക്രാമ്പസുള്ള കോൺട്രാസ്റ്റിൽ ചീത്ത പിള്ളേർ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ കിട്ടിയ റോളാണ് ക്രാമ്പസ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്രിസ്മസിന് ബന്ധമില്ല. സാന്റാക്ലോസിനേക്കാളും ബന്ധമുണ്ട്. കാരണം പുള്ളിക്കാരന് സാന്റിക്ലോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് മാത്രമല്ല എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കും. പക്ഷേ ക്രാമ്പസിൻ്റെ കഥയിൽ പറയണത് ക്രിസ്മസിന് വന്ന് തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മുടെ ക്രാമ്പസിനാണ് സാന്റാക്ലോസിനേക്കാളും കൂടുതൽ ക്രിസ്മസിനുള്ള ബന്ധം. അപ്പോൾ അതാണ് പറയുന്നത്. നമ്മുടെ ക്രാമ്പസ് ക്രിസ്മസിൻ്റെ ഭാഗം വരുന്നില്ല. പിന്നെ അങ്ങയുടെ കഥകളിൽ ക്രാമ്പസിൻ്റെ ചെയ്തി കാരണം പുള്ളിക്കാരൻ ക്രിസ്മസിന് വലിയ ഭാഗമായി. അറ്റ്ലീസ്റ്റ് പുറത്ത് നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. ബാക്കിയുള്ള ആർക്കും ഇതിനെപ്പറ്റി അറിയാനൊന്നും പാടില്ല. ശരിക്കും ഞാനിപ്പോൾ തപ്പി കണ്ടുപിടിച്ച് പറഞ്ഞതെന്നല്ല. എനിക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഈ ക്രാമ്പസിനെ പറ്റി അറിയായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയാൻ പാടില്ല. ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛനോട് ക്രാമ്പസിനെ പറ്റി അറിയാമെന്ന് വെച്ചാൽ അവർ പറയും ആർക്കും അറിയാം. അത്രയും പോപ്പുലാരിറ്റിയാണ് നമ്മുടെ ക്രാമ്പസിന് ഇവിടെ. പക്ഷെ ഒന്നുമില്ല. ഇതാണ്. അപ്പോൾ അങ്ങനെ ക്രാമ്പസും ക്രിസ്മസായിട്ടുള്ള ലിങ്ക് വന്നത് അങ്ങനെയാണ്. സാധാരണ പറഞ്ഞാൽ സാന്റാക്ലോസിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇവരുടെ ടൈപ്പ് ഉണ്ടെന്നും കുറേ പറയാറുണ്ട്. ക്രാമ്പസിൻ്റെ വേറൊരു പേരിൽ പറയുന്നത് ദ ബ്ലാക്ക് സാന്റ ആണ്. അതാണ് ക്രാമ്പസിനെ വേറൊരു പേരിൽ പറയണം. ഈ ക്രിസ്മസ് സമയത്ത് പിള്ളേരാരെയും തട്ടിക്കൊണ്ട് വെച്ചാൽ കഥകളിൽ പിള്ളേരാരെയും തട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ ആരും തപ്പാനൊന്നും പോവില്ല. കാരണം അവർക്കറിയാം കൊണ്ടുപോയത് ക്രാമ്പസാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ക്രാമ്പസിനെ പറ്റിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കഥകളാണ് ഇങ്ങനത്തെ പറ്റിയുള്ളത്. ഇങ്ങനെ കുറേ പേര് നല്ലതാണ്. ഇവർ പണീഷ് കേട്ട് തിരിച്ചുകൊണ്ടാ ക്രിസ്മസ് കഴിഞ്ഞിട്ട് കൊണ്ടാക്കുമെന്ന് കുറേ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇങ്ങനെ പറ്റി പറയാം. കാരണം ഇതൊരു കഥയാണ്. ഞാനിപ്പോൾ പറയുന്നതൊന്നും ഞാൻ ഉണ്ടാക്കി പറയണമല്ല. അതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്.
ആർക്കെന്ത് വേണമെങ്കിൽ ഇങ്ങനെ പറ്റി പറയാം. കാരണം ഇങ്ങനെയൊക്കെ പറ്റി ഞാനിപ്പോൾ എല്ലാം പറയണത് ഓരോരോ മനുഷ്യനുണ്ടാക്കിയൊരു തിയറീസാണ്. മിത്തോളജിയിലാകെ പറയുള്ളത് ഇങ്ങനെ ഒന്ന് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി മോശം ആൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ല അപ്പാപ്പന്മാരും അമ്മമാരും ഉണ്ടാക്കിയത് കഥകളാണ്. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് ഇത്തിരി കാര്യം മിത്തോളജി പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആൾക്കാർ പറഞ്ഞപ്പോൾ ഒരു ഹരം കൂട്ടാൻ വേണ്ടി ഒരു എക്സ്ട്രാ കാര്യം ആഡ് ചെയ്തു. അത് വേറൊരാൾ അതിനേക്കാൾ എക്സ്ട്രാ കാര്യം ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് ഇത്രയും വലിയ കഥ ഏതെങ്കിലും ഇത്രേ ഉള്ളൂ ആൾ ശരിക്കും പറഞ്ഞ കഥ. ഇത്ര ആക്കി അവർ പറഞ്ഞു അത് കുറേ കാര്യങ്ങളാണ്. ഇപ്പം ഇപ്പം ഞാൻ വീണെന്ന് പറഞ്ഞു ശരിക്കും ചെറിയ മുറിവേ ഉള്ളൂ. പറയുമ്പോൾ അത് വലിയൊരു ഇതാണെന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ സെഞ്ച്വറീസ് വന്ന് ഇത്രയുള്ള കഥ അവർ ഇത്ര ആക്കി. ക്രാമ്പസ് ശരിക്കും പറയാം മിത്തോളം ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു കാര്യമല്ലേ ഇവർ പറഞ്ഞുള്ളൂ. ആൾക്കാർ എക്സ്ട്രാ ആഡ് ചെയ്ത് ഇവിടം വരെ ആക്കി ക്രാമ്പസിന്. അപ്പം അതാണ് ക്രാമ്പസിൻ്റെ സ്റ്റോൺ. കാരണം ചെറിയ ഇൻറ്റൻറ്റ് കുറഞ്ഞ ചെറിയ തെറ്റ് ചെയ്തവർക്ക് കുറച്ച് കരി കൊടുക്കും. അതിനേക്കാളും കുറച്ചും കൂടി തെറ്റ് ചെയ്തവർക്ക് ഒരു വടി കൊണ്ടെടുത്ത് അടിക്കും. ക്രിസ്മസിന് മുമ്പ് അടിച്ചെറിഞ്ഞ് പൊട്ടിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവർക്ക് പുള്ളിക്കൊരു ബാസ്ക്കറ്റ് ഉണ്ട് ക്രാമ്പസിനെ പുറത്ത്. ഇപ്പം കുറേ ഇമേജിൽ ക്രാമ്പസിനെ പറ്റി കാണിച്ചിട്ടുണ്ട്. ശരിക്കും നോക്കിയിട്ട് പുള്ളിയുടെ പുറത്ത് ബാസ്ക്കറ്റ് ഉണ്ട്. അത് വെറുതെ അവിടെ വെച്ചേക്കല്ല. അതിനകത്ത് പിള്ളേർ ഇട്ടുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അതാണ് ഓരോ ലെവല്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അമ്മമാരൊക്കെ പറയും ക്രിസ്മസ് സമയത്ത് അലമ്പുണ്ടാക്കാണ്ടിരിക്കാൻ പിള്ളേരോട് പറയും നന്നായിട്ട് പെരുമാറിക്കോ അല്ലെങ്കിൽ ക്രാമ്പസ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ക്രിസ്മസിന് നല്ല പിള്ളേരാക്കാൻ വേണ്ടി ഫോറിൻകാരുണ്ടാക്കിയ കഥകളാണ്. ക്രാമ്പസിന് പറ്റുമെന്ന് അറിയാൻ പാടില്ല എന്ത് പിള്ളേരെ തട്ടിക്കൊണ്ട് പോകണമെന്ന്. പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് സാന്റാക്ലോസിൻ്റെ ആ ഒരു ഫീസ്റ്റിൻ്റെ സമയത്ത് സാന്റാക്ലോസിൻ്റെ ലിസ്റ്റ് എടുക്കും. എന്നിട്ട് അതിനകത്ത് നല്ല പിള്ളേരുടെ ലിസ്റ്റല്ല ക്രോസ് ചെയ്ത പിള്ളേരുടെ ലിസ്റ്റ് നോക്കി അവരെ പോയി തട്ടിക്കൊണ്ടുപോകും. അതാണ് ഇങ്ങനത്തെ മെയിൻ പരിപാടി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ബോധമൊന്നുമില്ല. തെറ്റ് ചെയ്തില്ല അങ്ങനെ പറ്റി നിങ്ങൾക്ക് അറിയാനും പാടില്ല. തെറ്റ് ചെയ്ത പിള്ളേരുടെ സാധനം ലിസ്റ്റ് എടുത്തിട്ട് അങ്ങനെ പിള്ളേർ ചെന്നിട്ട് അവർ ചെയ്ത തെറ്റനുസരിച്ച് ഇപ്പോൾ ചെറിയൊരു കുറുമ്പ് കാണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൽക്കരിയ അങ്ങനെ ഏതെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. സാന്റാക്ലോസിൻ്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടൂല. ഈ കൽക്കരിയെ കൊടുക്കും. വലിയ തെറ്റുകൾ മറ്റേ പിള്ളേർ തല്ലുക, അവർ കാല് ഒടിക്കുക. ഈ പിള്ളേർ കാരണം എന്തെങ്കിലും മേജർ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രാമ്പസ് വേറെ നോക്കില്ല തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്കൂപ്പ് ചെയ്തോട്ട് കൊണ്ടുപോകും. എന്നിട്ട് സ്വന്തം അടുത്ത് കുറേ കഥകൾ പറയണ പുള്ളി പാഠം പഠിപ്പിച്ച് തിരിച്ചുണ്ടാക്കുമെന്ന. മറ്റുള്ള പറയണ ക്രാമ്പസിൻ്റെ കുയെ കൊണ്ടുപോയി അങ്ങോട്ട് തിന്നുകളയാ. അവിടെ തീർന്നു എല്ല് പോലും ബാക്കി കണ്ട തീർത്തോളയാണ് ക്രാമ്പസ്. അങ്ങനെയാണ് കഥകൾ പോകുന്നത് ക്രാമ്പസിനെ പറ്റി. ഈ വീഡിയോയിൽ ഒരു 10-16 പ്രാവശ്യം ക്രാമ്പസ് എന്ന് പറഞ്ഞാണല്ലേ. അതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തെറ്റുകളുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് ക്രാമ്പസ് നമുക്കിട്ട് പണി വരുന്നത്. അപ്പം അങ്ങനത്തെ കഥകളൊക്കെ ക്രാമ്പസിനെ പറ്റി കുറേ പേര് കേട്ടിട്ടുള്ള വീഡിയോസ്. ഞാൻ ഇതുവരെ ഇതിനേക്കാളും കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ വീഡിയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ടെക് അല്ലാണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എനിക്ക് വേറെ ക്രിസ്മസ് ആയിട്ട് ഹൊറർ വീഡിയോ ഉണ്ടായിരുന്നെന്ന് തോന്നി. പക്ഷെ എന്നാലും എനിക്ക് ഇടണമെന്ന് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. അതിൻ്റെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോകാട്ടോ, പറയുന്നില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ വലിയ യൂട്യൂബറൊന്നും അല്ല, എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് വലിയ അടുത്ത് നിങ്ങൾ എത്തിക്കണം. അപ്പോൾ that's all I have for now. It's me Adarsh from Meditex signing out. Merry Christmas.